ഈ ചർച്ച വയനാട്ടിൽ ഇത്തരത്തിൽ ദുരന്തത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ കൂടി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് ബി.ജെ.പിയുടെ പ്രതിനിധി മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് നുണയാ പറയുന്നത്? വയനാട്ടിൽ ജൂലൈ മാസം 30-ാം തീയതി പ്രകൃതി ദുരന്തമുണ്ടായി. പിറ്റേ ദിവസം തന്നെ പാർലമെന്റിൽ തെറ്റിദ്ധരിപ്പിക്കാൻ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രമിച്ചു, പരിസ്ഥിതി മന്ത്രി ശ്രമിച്ചു. 10-ാം ദിവസം സാക്ഷാൽ പ്രധാനമന്ത്രി വന്നു, ദുരന്ത മേഖല സന്ദർശിച്ചു. എല്ലാം കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, എല്ലാം വാരിക്കോരി തരും, കേരളത്തോടൊപ്പമുണ്ട് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞു പോയി. എത്ര പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നത്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി തന്നെ വളരെ വിശദമായിട്ടുള്ള മെമ്മോറാണ്ടം കേന്ദ്രത്തിന് കിട്ടിയില്ലേ? എത്ര മാസങ്ങൾ കഴിഞ്ഞു പോയി. വയനാട്ടിന്റെ ഈ ദുരന്തത്തെ നേരിടാൻ നയാ പൈസ നിങ്ങൾ തന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് ബജറ്റ് അലോക്കേഷൻ നടത്തിയ, അതോടൊപ്പം തന്നെ ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത 145.60 കോടി രൂപ, അത് 31/7/2024 1/10/2024 അങ്ങനെ 290 കോടി രൂപ, അത് വളരെ നേരത്തെ തന്നെ 14 ജില്ലകളിലും ഉണ്ടാകുന്ന വിവിധ രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ 14 ജില്ലകൾക്കും വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും അലോട്ട് ചെയ്യുന്ന തുക എന്ന രൂപത്തിൽ അലോട്ട് ചെയ്ത തുകയല്ലാതെ നയാ പൈസ ഈ വയനാട്ടിൽ ജൂലൈ മാസം 30-ന് പ്രകൃതി ദുരന്തം ഉണ്ടായതിനു ശേഷം കേന്ദ്രം തന്നിട്ടുണ്ടോ? ഇതുവരെ തന്നിട്ടില്ലല്ലോ. ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ കഴിഞ്ഞു, നവംബർ കഴിഞ്ഞു, ഡിസംബറിലല്ലേ നിങ്ങൾ ഇതൊരു സിവിയർ നേച്ചറിൽ പ്രഖ്യാപിച്ചത്?